നമസ്കാരം. ഇറാനിലെ തെരുവുകൾ കത്തിച്ച് പ്രതിഷേധം. ആയത്തുള്ള ഖമേനി രാജ്യം വിടുന്നു. സത്യമാണ്, ഇറാനിലെ തെരുവുകൾ കത്തുകയാണ്. മുല്ലമാരെ ശവപ്പെട്ടിയിൽ അടയ്ക്കണമെന്ന ആഹ്വാനവുമായിട്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമാകുന്നു. സ്ഥിതി കൂടുതൽ വഷളായാൽ ഖമേനിക്ക് രാജ്യം വിടുന്നത് പോലുള്ള ബദൽ പദ്ധതികൾ ഉണ്ടാകാമെന്ന് ചില വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആയത്തുള്ള ഖമേനി രാജ്യം വിടാൻ ഒരുങ്ങുന്നു, അല്ലെങ്കിൽ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നു. ഒളിച്ചോട്ടമാണ്. എന്നാൽ അത്തരം റിപ്പോർട്ടുകൾ ഇറാന്റെ നേതൃത്വം എന്ന് പറയപ്പെടുന്നത് ഇതുവരെയും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, പെട്ടെന്ന് അങ്ങനെ തകർക്കാനാകാത്ത ഒരു സുരക്ഷാ വലയമാണ് ആയത്തുള്ള ഖമേനിക്ക് ചുറ്റുമുള്ളത് എന്നതാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ സുരക്ഷ സാധാരണ സൈനികരോ പോലീസ് യൂണിറ്റോ അല്ല വഹിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ സുരക്ഷ ഷെപായി വാലിയെ ആം ഫോഴ്സാണ് ആ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഏറ്റവും ഉന്നതവും രഹസ്യവുമായിട്ടുള്ള യൂണിറ്റുകൾ ഒന്നാണിത്. വാലി ഈ ആം എന്ന അതിന്റെ അർത്ഥം തന്നെ ആജ്ഞകൾ നൽകുന്നവനെ സംരക്ഷിക്കുന്ന സൈന്യമെന്നാണ്. ഇറാനിൽ ഈ കമാൻഡിംഗ് ഫോഴ്സിന്റെ തലവനും ആയത്തുള്ള ഖമേനിയാണ്. 1980കളുടെ മധ്യത്തിലാണ് വാലി ഈ അമർ സേന സ്ഥാപിതമായത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം പരമോന്നത നേതാവിനെ സംരക്ഷിക്കുവാൻ ഒരു പ്രത്യേക സേന ആവശ്യമാണ് എന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞു. അതിനുശേഷം വാലി ഈ അമർ ഫോഴ്സ് പരമോന്നത നേതാവിന്റെ ഓഫീസിന് കീഴിൽ നേരിട്ട് പ്രവർത്തിച്ചു വരുന്നു. മറ്റൊരു സംഘടനയോടും അതിന് ഉത്തരവാദിത്തമില്ല. വാലി ഈ അമർ സേനയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ രഹസ്യ സ്വഭാവമാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ, വിന്യാസങ്ങൾ, ആന്തരിക ഘടന എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരസ്യമാക്കുന്നില്ല എങ്കിൽ കൂടിയും ഇതൊരു വലിയ സംരക്ഷിത വലയമാണ് ആയത്തുള്ള ഖമേനിക്ക് നൽകുന്നത് എന്നുള്ളതാണ്. വാലി ഈ അമർ സേനയിൽ ഏകദേശം 10,000 മുതൽ 12,000 വരെ തിരഞ്ഞെടുത്ത സൈനികരുണ്ട്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സേനയിൽ ചേരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശാരീരിക ക്ഷമത, മാനസിക ശക്തി, പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത, വിപുലമായിട്ടുള്ള പശ്ചാത്തല പരിശോധന എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഘട്ടങ്ങൾ താണ്ടിയാണ് സൈനികരെ ഇതിനകത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് പോലും. വലിയ ഈ അമർ സൈനികർ വെറും തോക്കുധാരികളായ അംഗരക്ഷകരല്ല. VIP സംരക്ഷണം, ഭീഷണി തിരിച്ചറിയൽ, കൗണ്ടർ ഇന്റലിജൻസ്, കൂടാതെ ജനക്കൂട്ട നിയന്ത്രണം, അടിയന്തര പ്രതികരണം എന്നിവയുൾപ്പെടെ ബഹുതല പരിശീലനം ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. കൂടാതെ ആധുനിക ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് സൈബർ സുരക്ഷയും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഭീഷണികളും മനസ്സിലാക്കുവാൻ അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനവും നൽകുന്നു. ഇറാനിലെ ഏറ്റവും കഠിനമായിട്ടുള്ള പരിശീലനങ്ങളിൽ ഒന്നാണ് ഈ യൂണിറ്റിന്റെ പരിശീലനം. ശാരീരിക ശക്തി വികസിപ്പിക്കുക മാത്രമല്ല, സമ്മർദ്ദ സാഹചര്യങ്ങൾ അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും ഈ പരിശീലനത്തിന്റെ ലക്ഷ്യമാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സാഹചര്യത്തിലും പരിഭ്രാന്തരാകാതിരിക്കുവാൻ സൈനികർക്ക് ദീർഘകാലത്തേക്ക് വ്യത്യസ്ത സാഹചര്യങ്ങൾ പ്രവർത്തിക്കുവാനുള്ള പരിശീലനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാനിലെ തെരുവുകൾ ഇങ്ങനെ കത്തിച്ച് പ്രതിഷേധം നടത്തുമ്പോഴും ആ കത്തിച്ച് പ്രതിഷേധം നടത്തുന്ന സമയത്തും ആയത്തുള്ള ഖമേനി സുരക്ഷിതനായിരിക്കുന്നത്. പക്ഷെ വരും ദിനങ്ങളിൽ ഇറാനിലേക്ക് വലിയ പ്രതിഷേധങ്ങൾ, വലിയ യുദ്ധത്തിന്റെ അലയൊലികൾ, മിസൈൽ ആക്രമണങ്ങൾ അടക്കമുള്ളവ നടക്കുകയാണ് എങ്കിൽ ആയത്തുള്ള ഖമേനിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണമായിരിക്കും അമേരിക്ക നടത്താൻ പോകുന്നത്. ട്രംപിന്റെ ആകെയുള്ള ഒരേ ഒരു ലക്ഷ്യം ജീവനോടുകൂടി ആയത്തുള്ള ഖമേനിയെ തടങ്കലിലാക്കുക എന്നതാണ്. പക്ഷെ അതിന് നിന്നു കൊടുക്കാതെ ആയത്തുള്ള ഖമേനി രാജ്യം വിടുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. അതിനുള്ള ഒരുക്കത്തിലുമാണ്. അതിനു മുൻപ് ഒരു തിരിച്ചടി, ഈ പ്രതിഷേധക്കാരെ കൃത്യമായിട്ടും നിയന്ത്രിക്കുക, ആ പ്രതിഷേധക്കാരെ അമർച്ച ചെയ്യുക എന്നൊരു ലക്ഷ്യം ആയത്തുള്ള ഖമേനിക്കുണ്ട്. രാജ്യം വിടുന്നതിന് മുമ്പ് ആയത്തുള്ള ഖമേനി അത്തരത്തിലൊരു വലിയ സംവിധാനം ഒരുക്കിയതിനു ശേഷം മാത്രമായിരിക്കും രാജ്യം വിടുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതേ സമയത്തിനുള്ളിൽ അമേരിക്കയുടെ ആക്രമണം, ഇപ്പോൾ ഖത്തറിൽ തന്നെ അവരുടെ വിമാനങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി യുദ്ധവിമാനങ്ങൾ അടക്കം വരേണ്ടതുണ്ട്. അങ്ങനെ മിസൈലുകളുടെ ആക്രമണം ഏത് നിമിഷത്തിനും പൊട്ടിപ്പുറപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് അമേരിക്ക തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഇറാനിൽ നിന്നും പലായനം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആയത്തുള്ള ഖമേനി. പക്ഷേ ഇറാനെ തൊട്ട് കളിക്കുന്നത് അമേരിക്കയുടെ നാശത്തിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇറാന്റെ തന്ത്രങ്ങൾ, ഇറാന്റെ യുദ്ധമുറകൾ എന്ന് പറയപ്പെടുന്നത് മനസ്സിലാക്കാൻ ഇനിയും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ട്രംപിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെയും ട്രംപിന്റെയും പരാജയം. ഇറാനെ പരാജയപ്പെടുത്താം എന്ന് പറയപ്പെടുന്നത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആയത്തുള്ള ഖമേനി എന്ന് പറയപ്പെടുന്നത് ഇറാന്റെ പരമോന്നത നേതാവാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ആ രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആയത്തുള്ള ഖമേനിക്ക് പരുക്ക് പറ്റാതെ അദ്ദേഹത്തെ ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിന് മുൻപ് ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങൾ അമേരിക്ക നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കയെ തകർക്കാൻ പോകുന്ന തരത്തിലുള്ള വലിയ ആയുധ ശേഖരമുള്ള ഇറാൻ
തിരിച്ചുള്ള പ്രത്യാക്രമണം എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ട്രംപിനും അമേരിക്കയ്ക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കുന്ന വലിയൊരു യുദ്ധത്തിലേക്കുള്ള യാത്രയാകും അത് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല.